ജൂലൈ 3. ഇന്നത്തെ സുവിശേഷം എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിന്ത ഈ സുവിശേഷ ഭാഗത്തെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റി കത്തോലിക്ക സഭയിൽ ഇന്ന് നിലനിൽക്കുന്ന രണ്ട് കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് ലളിതമായ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പായി സുവിശേഷം എന്താണ് നമ്മൾ വായിച്ചത് എന്ന് വളരെ ലളിതമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് സജീവമായി കൊണ്ടുവരേണ്ടതുണ്ട്. യേശുക്രിസ്തു സമൂഹത്തിൽ പലരുടെയും ശത്രുവായി മാറിക്കഴിഞ്ഞു. അസൂയ കൊണ്ട് അധികാരികളും തെറ്റിദ്ധാരണകളുണ്ട് സാധാരണ ജനങ്ങളിൽ വലിയൊരു വിഭാഗവും യേശുക്രിസ്തുവിനെ ഒരു ശത്രുവായിട്ട് ഗണിക്കുകയും രാജ്യദ്രോഹിയായിട്ട് പരിഗണിക്കുകയും ദൈവദ്രോഹിയാണ് എന്ന് കുറ്റം ചുമത്തപ്പെടുകയും ഒക്കെ ചെയ്ത് ബന്ധിച്ചു, മർദ്ദിച്ചു, വിധിച്ചു, വധിച്ചു, സംസ്കരിച്ചു. ഈ സംസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ നാട്ടിൽ ഒരു യുദ്ധം നടന്ന പ്രതീതിയാണ്. നാട് മുഴുവനും ഒരു തരത്തിൽ പറഞ്ഞാൽ ഹർത്താല്, ഒരു യുദ്ധം നടന്നിട്ടുള്ള പ്രതീതിയാണ് നാട്ടിൽ മുഴുവൻ. എങ്ങും അക്രമവും കൊള്ളിവെപ്പും. പ്രത്യേകിച്ച് ഈ സംസ്കാരം നിർവഹിക്കപ്പെട്ടിട്ട് പടയാളികൾ കാവൽ നിൽക്കുന്ന ആ കല്ലറയിലെ ഉള്ളിലുള്ള യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ വിശ്വസിക്കുകയും അനുയായികളുമായിട്ടുള്ള ആളുകളെ എവിടെയുണ്ടെങ്കിലും നോക്കിപ്പിടിച്ച് മർദ്ദിച്ച് അവരെ വധിക്കാൻ വേണ്ടി ശട്ടകെട്ടി നിൽക്കുന്ന ഒരു വലിയ ജനസമൂഹം നാട്ടിലെ. അതിനാൽ തന്നെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് അല്പം ഭയത്തോടുകൂടി തന്നെ ഒളിവിൽ പുറത്ത് താമസിക്കാൻ അല്ലെങ്കിൽ നടക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷത്തില് വാതിലുകൾ ബന്ധിച്ചിരിക്കുന്ന ഒരു മുറിയില് പേടിച്ച് അരണ്ട് കഴിഞ്ഞുകൂടുക. നാട്ടിൽ മുഴുവനും ഒരു യുദ്ധക്കളം. ഇങ്ങനെ വാതിലുകൾ ബന്ധിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഉദ്ധിതനായിട്ടുള്ള കർത്താവ് വാതിലുകൾ തുറക്കാതെ തന്നെ ശിഷ്യന്മാരുടെ മധ്യേ പ്രത്യക്ഷപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ആശ്ചര്യം, വിസ്മയം, ഭയം ഇതൊക്കെ അവര് മനസ്സിലേക്ക് ഉണ്ടാകും. അല്പം സന്തോഷവും. യേശുക്രിസ്തു അവരോട് സംസാരിക്കുന്നു. കുറേ സമയം അവരുമായിട്ട് ചെലവഴിക്കുന്നു. സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ദൃക്സാക്ഷിയായിട്ടുള്ള സുവിശേഷകൻ യോഹന്നാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. യോഹന്നാൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ആ അവസരത്തിലെ തോമാസ് ലീഹ അവരുടെ കൂടെ ഉണ്ടായില്ല. യേശുക്രിസ്തു അപ്രത്യക്ഷമായി. തോമാസ് ലീഹ സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്നു. സ്വാഭാവികമായിട്ടും തിരിച്ചു വന്ന തോമാസ് ലീഹയോട് പറയാനുള്ള ഏറ്റവും വലിയ ന്യൂസ് മറ്റുള്ളവർക്ക്, യേശു ഇവിടെ വന്നു, നിങ്ങളോട് സംസാരിച്ചു. ഈ വക കാര്യങ്ങളെ സംബന്ധിച്ചാണ് തോമാസ് ലീഹയോട് ഇവർക്ക് പറയാനുള്ളത്. അത് വളരെ സ്വാഭാവികം. ഇവരുടെ വിവരണവും ആശ്ചര്യവും അത്ഭുതവും എല്ലാം കണ്ട് കേട്ട് തോമാസ് ലീഹയ്ക്ക് ഇഷ്ടായില്ല. മുഴുവൻ അങ്ങോട്ട് പിടിച്ചില്ല എന്ന രീതിയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. തോമാസ് ലീഹ ഉദ്ധീരണം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറില്ല. അങ്ങനെ യേശു നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കണമെന്ന് വരികില് എനിക്ക് ഈ വ്യക്തിയെ കാണണം, എനിക്ക് ഈ വ്യക്തിയോട് സംസാരിക്കണം.
എനിക്ക് ഈ വ്യക്തിയെ തൊടണം, പരിശോധിക്കണം, എങ്കിലേ ഞാൻ വിശ്വസിക്കുള്ളൂ. ഉറച്ച നിലപാട്. 8 ദിവസം കഴിഞ്ഞപ്പോ ഈ നിലപാട് അവിടുത്തെ ശിഷ്യന്മാരെ യേശുവിനോട് പറയാനിടവന്ന് കാണില്ല. ഫോൺ മാർഗമൊന്നും അവിടെ ഇല്ല. ആരെങ്കിലും ചെന്നിട്ട് എവിടേക്കാ ചെന്നിട്ട് പറയണേ? യേശു നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിലല്ല, ഉത്ഥാനം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ അവിടെ യേശു ഇല്ല. എങ്കിലും തോമാസിലെ എടുത്ത ഈ ഉറച്ച നിലപാട് യേശു മനസ്സിലാക്കിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? യേശു അത് കേട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? യേശു അവിടെ ഇല്ല. ആരും ചെന്ന് പറഞ്ഞിട്ടുമില്ല, പറയാൻ വഴിയില്ല. എവിടെ ചെന്നിട്ടാ പറയണേ? എങ്ങനെയാ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്? നമ്മൾ സാമാന്യ രീതിയിൽ പറയുന്നു, നമ്മുടെ മനസ്സും നമ്മുടെ ഉള്ളും ഒക്കെ തമ്പുരാന് നന്നായിട്ട് അറിയാം. സത്യമാണത്. ഇവിടെ തോമാസ്ലീഹ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ അതേ വാചകം, അതിന്റെ പൊരുള് എങ്ങോ എവിടെയോ ഉള്ള യേശു ക്രിസ്തു അത് മനസ്സിലാക്കി. അതുകൊണ്ടല്ലേ 8 ദിവസം കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു വീണ്ടും ഭയന്ന് വിറങ്ങലിച്ച് അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ ഉള്ളിൽ താമസിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് വീണ്ടും വരുന്നു. യേശു കരുതി ആ വരവില് തോമാസും സമൂഹത്തിലുള്ള സമയത്ത് വേണം വരാൻ. തോമാസ് അവിടെയുണ്ട്. യേശു ക്രിസ്തു പ്രത്യക്ഷമാകുന്നു, അന്താളിക്കുന്നു. ചിലർക്ക് അന്താളിപ്പിന്റെ അനുഭവം കുറച്ച് കുറവുണ്ട്, കാരണം ഇതിനു മുമ്പ് കണ്ടതാ. തോമാസ്ലീഹ അന്തം വിട്ടു നിൽക്കണു. യേശു ക്രിസ്തു പത്രോസേ എന്ന് വിളിക്കുകയല്ല, ആ ശിഷ്യ സമൂഹത്തിൽ നിന്ന് ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ തോമസിനെ മാത്രം പേരെടുത്ത് വിളിക്കുന്നു. തോമാ, നീ എന്റെ അടുത്ത് വാ, നീ എന്നെ പരിശോധിക്കേ, എന്നെ സ്പർശിച്ചു നോക്ക്, നീ ഞാൻ തന്നെയാണോ എന്ന് നീ ഉറപ്പുവരുത്ത്. തോമാസ്ലീഹ ചെല്ലുന്ന ചെല്ലില് ഒരു കലാഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ ഏതു തരത്തിലത് ഭാവനയിൽ കാണാം. നമ്മൾ മുട്ടുമ്പോ നിന്നിട്ട് ഇങ്ങനെ തുടർന്നത് അതൊന്നും ആവില്ല യഥാർത്ഥത്തിലുള്ള ചിത്രീകരണം. തോമാസ്ലീഹ യേശുവിന്റെ അടുത്തേക്ക് പോകുന്നു, തൊട്ടു നോക്കുന്നു, അന്താളിച്ചു നിൽക്കുന്നു. ഓട്ടനെ തന്നെ ചരിത്രത്തിൽ ഒരു മനുഷ്യൻ പോലും ഇന്ന് പറയാൻ ഇടവരാത്ത എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞു ആരാധനയുടെ ഏറ്റവും മൂർത്തമായ രൂപം അവിടെ പ്രകാശിതമാകുന്നു. ഇതാ ഇന്നത്തെ സുവിശേഷം. ഈ സുവിശേഷം പ്രത്യേകിച്ച് 2 കാഴ്ചപ്പാടുകളാണ് കത്തോലിക്ക സഭയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവശാസ്ത്രകാരന്മാരുടെ ഇടയില് പാശ്ചാത്യ ലോകമായിട്ട് ബന്ധമായിട്ടുള്ള പാശ്ചാത്യ ദൈവശാസ്ത്രകാരന്മാരുടെ ഇടയില് നാം കണ്ട ഈ സുവിശേഷ ഭാഗം തോമാസ്ലീഹായെ ഒരു സംശയാലുവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഡൗട്ടിംഗ് തോമസ്, സംശയിക്കുന്ന തോമ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. അത് കൂടുതൽ പാശ്ചാത്യ ലോക കേന്ദ്രീകൃതമായിട്ടുള്ള ദൈവശാസ്ത്രത്തിലാണ്. പൗരസ്ത്യ ദൈവശാസ്ത്രത്തില് ഇതേ സുവിശേഷം തോമസിനെ ഒരു സംശയാലുവായിട്ടല്ല കാണുന്നത്. സുറിയാനി അതിനോടനുബന്ധിച്ച് ഉള്ള ആരാധനാക്രമത്തിലൊക്കെ ഈ പൗരസ്ത്യ ദർശനമാണ് കൂടുതലുണ്ടാകുക. ഈ ദർശനമനുസരിച്ച് തോമസിന്റെ വളരെ വളരെ ആത്മാർത്ഥമായ വ്യക്തിത്വവും പ്രതികരണശേഷിയും പ്രതിബദ്ധതയും ആ വ്യക്തിത്വത്തിന്റെ ആഴത്തിലുള്ള മാനങ്ങളുമാണ് ഇതിൽ നിന്ന് അവര് വേർതിരിച്ചെടുക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാട് പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞന്മാരോട് കൂടെ കൂടാനാണ് എനിക്ക് എന്റെ ബോധ്യം. തോമാസ്ലീഹയെ ഒരു സംശയാലുവായിട്ട് കാണാൻ എനിക്ക് തോന്നുന്നില്ല.
തോമാസ്ലിയുടെ വ്യക്തിത്വത്തിന്റെ വളരെ വളരെ തികഞ്ഞ ആഴത്തിലുള്ള ഒരു ചിത്രീകരണമായിട്ടാണ്, ആത്മാർത്ഥയുടെ ആഴങ്ങളിലുള്ള ചിത്രമായിട്ടാണത് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടാ അതിനെ അങ്ങനെ നോക്കിക്കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, തോമാസ്ലിഹ എന്റെ കൂടെ വന്നിട്ട് പഠിച്ചിട്ടുള്ള എന്റെ ക്ലാസ്മേറ്റ് ഒന്നുമല്ലല്ലോ, നിങ്ങളൊന്നിച്ച് കളിച്ചു നടന്നിട്ടുള്ളൊന്നുമല്ല. നമുക്കുള്ള അറിവ് സുവിശേഷത്തിൽ നിന്നാണ്. തോമാസ്ലിഹയെ പറ്റിയുള്ള അറിവ് നിങ്ങൾക്കും എനിക്കുമുള്ള അറിവ് സുവിശേഷത്തിൽ നിന്നാണ്. വേദശാസ്ത്രജ്ഞന്മാർക്കുമുള്ള അറിവ് സുവിശേഷത്തിൽ നിന്നാണ്. വേറെ രഹസ്യ അറിവുകളൊന്നുമല്ല. സുവിശേഷത്തിലെ തോമാസ്ലിഹയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാകുന്ന രീതി അനുസരിച്ച് നോക്കുമ്പോ സംശയിക്കുന്ന ഒരു തോമസിനെ ഈ സുവിശേഷത്തിന്റെ വിവരണത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കുക അസാധ്യം എന്ന എന്റെ നിലപാട്. എന്തുകൊണ്ട്? യേശു ഒരിക്കൽ മരിച്ചു അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി പോകുന്ന അവസരത്തിലെ സാഹചര്യം ഗുണമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ജീവന് പോലും അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിഷ്യന്മാരെ തടഞ്ഞപ്പോ തോമാസ്ലിഹ അവിടെ ഒരു വാചകം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു രീതിയിൽ പെരുമാറി. നമ്മുടെ നാഥൻ ഗുരുവിന് ലാസറിനെ കാണാൻ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് അപകടങ്ങൾ വരട്ടെ, നമുക്കും ആ ഗുരുവിനെ അനുധാവനം ചെയ്യാൻ കടമയുണ്ട്. അതുകൊണ്ട് മടിച്ചു നിൽക്കല്ലേ, നമുക്ക് ആ ഗുരുവിന്റെ കൂടെ പോകാം. മരിക്കാൻ പോലും ഇടവന്നാലും അതാണ് നമ്മുടെ ധർമ്മം. ഈ വാചകങ്ങള് ശിഷ്യന്മാരുടെ അഭിപ്രായത്തെ ആകെ മാറ്റി. ഗുരുവിന്റെ കൂടെ അവർ പോകാൻ ഇടവന്നു. ഈ വാചകങ്ങള്, ഇതാണ് തോമസ്. ഗുരു ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന രംഗം വന്ന് വൈകാരികമായിട്ടുള്ള ഭാവത്തോടു കൂടെ ഗുരു സംസാരിക്കുന്നു. എല്ലാവരും കേട്ട മാതിരിയിരിക്കുന്നു. തോമാസ്ലിഹ ഉള്ളിൽ മനസ്സിലായില്ല. അതവിടെ തന്നെ വെച്ചിട്ട് ചോദിക്കുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല നീ പറഞ്ഞത്. എനിക്ക് മനസ്സിലാകുന്നത് യേശു ക്രിസ്തുവിന് വളരെ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു മതിപ്പ് തോമാസ്ലിഹയോട് വ്യക്തിപരമായിട്ടുണ്ടായിരുന്നു എന്നാ മനസ്സിലാവണേ. തോമാസ്ലിഹയ്ക്ക് മറിച്ച് അങ്ങോട്ടും. അതുകൊണ്ടും കൂടിയല്ലേ ഇന്നത്തെ സുവിശേഷത്തിൽ ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമ. ദീദിമോസ് എന്ന് പറയുന്ന അപരൻ എന്ന വാക്കിന്റെ അർത്ഥം അപരൻ. ആരുടെ അപരൻ? യേശുക്രിസ്തുവിന്റെ അപരൻ. സദൈം ഹുസൈന് 6 അപരന്മാരാ. യേശുക്രിസ്തുവിന്റെ അപരൻ എന്ന് വിളിക്കപ്പെടാൻ തക്ക വിധത്തിലുള്ള രൂപസാദൃശ്യങ്ങളായിരിക്കണം തോമാസ്ലിഹയ്ക്ക്. രണ്ടും ഒരു തരത്തിലുള്ള രൂപസാദൃശ്യങ്ങള്. അതുകൊണ്ടും കൂടെയാണ് തോമസിനെ ദിദിമോസ് എന്ന് വിളിക്കപ്പെടാൻ ഇടവന്നത് എന്ന് പോലും ദൈവശാസ്ത്രം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ യേശുവിന്റെ മനസ്സിൽ വളരെ മതിപ്പുള്ള ഒരു വ്യക്തിയാണ് തോമസ്. തോമസിന്റെ വ്യക്തിത്വം, ആ പ്രവർത്തന ശൈലി, ആ ചിന്താരീതി, ആ പ്രതികരണ ശേഷി, കഴിവ്, തന്റെ ഇടം, ഇതൊക്കെ യേശുവിന് വളരെ വളരെ ഇഷ്ടവും ഹൃദ്യമായിട്ട് തോന്നി കാണണം. അതൊക്കെ കാണണമെന്ന് പറയല്ല, രംഗത്ത് വരുമ്പോ അതൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് യേശു. തോമസിനെ യേശുവിനോടും വ്യക്തിപരമായ രീതിയിലുള്ളൊരു മതിപ്പും ആവേശവും ആദരവും ഉണ്ടായി കാണണം. അത് വ്യക്തിപരമായ ബന്ധമാണ്. ഈ ബന്ധത്തിൽ നിന്ന് തോമാശ്ലീഹ പറയുന്നു, ഞാൻ എന്റെ നാഥനെ എനിക്ക് കാണാൻ അർഹതയുണ്ട്. അതോ ആരുടെയും ഓശാരല്ല. ആ അർഹത എനിക്ക് അനുവദിച്ചു കിട്ടിയെങ്കിലേ അതെന്റെ അർഹതയാണ്. അത് എനിക്ക് ലഭിക്കേണ്ടതാ. ആവേശമാണ് എന്റെ ഗുരുവിനെ കാണാൻ. ആത്മാർത്ഥയുടെ തികവാണത്. സംശയത്തിന്റെ ആഴമല്ല അത്. ആ ആത്മാർത്ഥതയോടുകൂടി തോമസ് പ്രതികരിച്ചപ്പോ ഉടയതമ്പുരാൻ പോലും മുട്ടുമടക്കുന്ന രംഗം
അത് ശരിയാണെന്ന് വെക്കുകയല്ലേ, ശരിവെക്കുകയല്ലേ ഉടയതമ്പുരാൻ. ആ വാശി ശരിയായിരുന്ന വാശിയാണെന്ന് ഉടയതമ്പുരാൻ ശരിവെക്കുന്നു. അതുകൊണ്ടല്ലേ ഉദ്ധിതനായിട്ടുള്ള കർത്താവ് പോലും വീണ്ടും വരുന്നു. തോമസ് ഉള്ള സമയം നോക്കിയിട്ട് തോമസിനെ മാത്രം പേര് ചൊല്ലി വിളിച്ച് പ്രത്യേകമായി ആദരിക്കുന്നു. ഈ തോമസ് സംശയാലുവാണോ? ഒരിക്കലുമല്ല. അത് കാടുകേറിയ ചിന്ത, ദൈവശാസ്ത്രന്മാരുടെ വളരെ വളരെ പക്വതയില്ലാത്ത ചിന്തയാ എന്ന രീതിയിൽ ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. വളരെ വളരെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും വളരെ വളരെ ആഴത്തിലുള്ള പ്രതികരണശേഷിയുമുള്ള തന്റെയുടെ സ്വഭാവമുള്ള യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തി, ഉത്തമബോധ്യമുള്ളൊരു വ്യക്തി. ആ വ്യക്തി കൂടെ യേശു കാര്യങ്ങൾ തൊടാനും സ്പർശിക്കാനും പരിശോധിക്കാനും ഒക്കെ അവസരം കൊടുത്തതിന് ശേഷം പറയുന്ന ഒരു വാചകം, ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാനത്തെ വാചകം അതാണ്. തോമാ, നീ എന്നെ ഇപ്പോ കണ്ട് പരിശോധിച്ച് തൊട്ട് തൃപ്തിയായില്ലേ നിനക്ക്? പക്ഷേ യേശുക്രിസ്തു പറയുന്നു, കാണാൻ സാധിക്കാതെ എന്നെ അനുഭവിക്കാൻ ഇടവരുന്ന കോടിക്കണക്കിന് ജനങ്ങളാണ് ഭാഗ്യവാന്മാർ. നീ നിർഭാഗ്യവാനാണെന്നൊന്നും യേശുക്രിസ്തു പറഞ്ഞില്ല, നമ്മെ നോക്കിയിട്ട് പറയുകയാണ്. ഓരോരുത്തരും പിടിവാശി ഇങ്ങനെ ഉണ്ടായാൽ യേശുക്രിസ്തുവിന്റെ ദൗത്യം ചെയ്യാൻ പറ്റില്ല. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ വിഷമിക്കുള്ളൂ യേശുക്രിസ്തു. ഏത് ശക്തിയായാലും വിഷമിക്കുള്ളൂ. അതുകൊണ്ട് യേശു പറയുന്നു, നീ ഇപ്പോ എന്നെ കണ്ടു, തൊട്ടു, പരിശോധിച്ചു, എന്നിട്ട് നീ വിശ്വസിച്ചു. കാണാതെ കേട്ട്, കാണാതെ അറിഞ്ഞ്, കാണാതെ അനുഭവിച്ച് എന്നിൽ വിശ്വസിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടുതൽ ഭാഗ്യവാന്മാരാണ്. അത് നമ്മളെ ഉദ്ദേശിച്ചാണ്. നമ്മളൊക്കെ ചെയ്യേണ്ടത് ഇനി കേട്ടറിയണം, നമ്മളൊക്കെ അനുഭവിച്ചറിയണം. കണ്ണുകൊണ്ട് കണ്ട് അറിയാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലത് തന്നെ. പക്ഷെ കണ്ണിന് കേടുപറ്റിയാലും യേശുക്രിസ്തുവിനോടുള്ള അനുഭവം വ്യക്തികൾക്കുണ്ടാകണം. അന്ധതയുള്ളവർക്കും യേശുക്രിസ്തു ആരാണെന്ന് അനുഭവിക്കാൻ സാധിക്കണം. കണ്ണ് നല്ലത് തന്നെ, കയ്യും നല്ലത് തന്നെ, ചെവിയും നല്ലത് തന്നെ. അറിഞ്ഞ് വിശ്വസിക്കാൻ സാധിക്കണം. നിങ്ങളുടെ വാക്ക് കേട്ട്, നിങ്ങളുടെ സംസാര രീതി മനസ്സിലാക്കിയിട്ട് വേണം ഇനിയുള്ള പുരുഷാന്തരങ്ങളിലൂടെ വളരാൻ പോകുന്ന ജനങ്ങള് എന്നെ അറിയാനിടവരേണ്ടത്. അവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഊട്ടിയില് പോയപ്പോ കുറച്ച് പേരും ഉണ്ടായിരുന്നു എന്റെ കൂടെ. അല്പം വിശ്രമിക്കാൻ വേണ്ടി തന്നെ പോയതാ. പോയി ഇങ്ങോട്ട് പ്രത്യേകിച്ച് വരാൻ വേണ്ടി പോയതല്ല, ഒരു 4-5 ദിവസമൊക്കെ അവിടെ താമസിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ്, അവിടെ അത്ര വലിയ വെയിലൊന്നുമില്ലല്ലോ, ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി പോയി. അപ്പോഴുണ്ട് കുറച്ച് വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു 8-10 വയസ്സ് കഷ്ടിയുള്ള ഒരു ബാലൻ പട്ടം പറപ്പിക്കുക. പട്ടം പറപ്പിച്ച് അവൻ ഇങ്ങനെ അത് എൻജോയ് ചെയ്യുന്നു, അതിലങ്ങോട്ട് സന്തോഷിക്കുക. ഊട്ടിയുടെ അന്തരീക്ഷം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് മേഘങ്ങൾ വന്നു, ഒരു തരം മിസ്റ്റ് ഫോഗ് മാതിരി വന്നു, ഒരു കാറ്റും ഒക്കെ വന്നോട് കൂടിയിട്ട് ഈ കാറ്റടിച്ചുകൊണ്ട് പട്ടം വളരെ മുകളിലേക്ക് പറന്നു. ഇവിടെ നിന്ന് നോക്കിയിട്ട് പട്ടം കാണാനില്ല. എങ്കിലും ഈ കുട്ടി മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട്. അന്ന് എനിക്ക് കണ്ണൊക്കെ ഉണ്ട്. ഞാൻ ആ കുട്ടിയോട് ഇതിങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട്, ഞാൻ നോക്കിയിട്ട് പട്ടം കാണാനൊന്നുമില്ല. എന്താ മോനെ നീ ഇതും കൈ പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കണേ
എന്ന് ഞാൻ പുറത്ത് തട്ടി ചോദിച്ചു. അപ്പൊ അവൻ പറയാ, ഞാൻ അച്ഛന്റെ വേഷത്തിൽ തന്നെയാ. അപ്പൊ അവൻ പറയാ, സ്വാമി പട്ടം മുകളിലുണ്ട്, അത് കാണാലില്ലോ. ആ കണ്ടില്ലെങ്കിലും എനിക്ക് എന്റെ ഈ വിരലിലെ ആ പട്ടത്തിന്റെ ആ നൂലിന്റെ അതിന്റെ ടെൻഷൻ, അതിന്റെ പിരിമുറുക്കം, അതിന്റെ വലിവ് എന്റെ വിരലില് ഞാൻ അനുഭവിക്കുന്നുണ്ട്. പട്ടം മുകളിൽ പറക്കുന്നുണ്ട്. എന്തപ്പോ ഈ പറഞ്ഞേ? പട്ടത്തെ ഈ കുട്ടി കണ്ടിട്ടില്ല. മേഘം വന്നത് മൂടി. പക്ഷെ കുട്ടിക്ക് വളരെ ബോധ്യം, അവന് വിരലില് അത് അനുഭവിക്കുന്നു. പട്ടം അവന്റെ നിയന്ത്രണത്തിൽ തന്നെയാ. അവൻ പട്ടത്തെ ഇപ്പൊ കാണുന്നില്ല, പക്ഷെ അവൻ അനുഭവിക്കുന്നു. പട്ടം അവന്റെ നിയന്ത്രണത്തിൽ തന്നെയാ. ഏതാണ്ട് ഇതാണ് യേശു ക്രിസ്തു പറയണത്. നമ്മുടെ കണ്ണുകൊണ്ട് യേശുവിനെ കാണാൻ സാധ്യമല്ല ഇന്ന്, പക്ഷേ യേശുവായിട്ടുള്ള അനുഭവം നമുക്ക് ഫീൽ ചെയ്യണം. ഇതാ യേശു പറയണത്. ഈ പട്ടം പറപ്പിക്കുന്ന ഈ കൊച്ചുകുട്ടി ഫീൽ ചെയ്ത മാതിരി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ഇരിക്കുമ്പോ ചില വ്യക്തികൾക്ക് വാശിയുടെ ഫലമായിട്ട് തന്നെ ഇന്നും ലോകത്തിലെ യേശു ക്രിസ്തു കാണാൻ ഇടവരുന്നുണ്ട്, പ്രത്യക്ഷമാകുന്നുണ്ട്. അന്ന് മാത്രമല്ല, എല്ലാവർക്കും പറ്റില്ല. അത് നടപ്പുള്ള കാര്യമല്ലല്ലോ. ഇത്രയേറെ ശക്തിയും വാശിയും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഒക്കെയുള്ള ചില വ്യക്തികൾക്ക് ഇന്നും യേശു പ്രത്യക്ഷമാകുന്നുണ്ട്. അസീസിയിലെ ഫ്രാൻസിസ് അതിൽപ്പെട്ട ആള്, ഒരു പിടിവാശിക്കാരൻ. ഫാദർ പിയോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് സംസ്കരിച്ച് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു പിടിവാശിക്കാരന് ജീവിതത്തിന്റെ ചില മണ്ഡലങ്ങളിൽ യേശുവിനെ യഥാർത്ഥത്തിൽ കണ്ടു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഒരു വാശിക്കാരി, തന്റേടി സ്വഭാവി അമ്മ ത്രേസ്യ, അയ്യോ പട്ടാളം ഭവാനി ടൈപ്പാവള്, വേദപാരംഗത, യേശുവിനെ ദർശിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യോഹന്നാൻ ക്രൂസ് പണ്ഡിതനായിട്ടുള്ള, എന്നാൽ കാശില്ല. ചില ആളുകൾക്ക് ഇന്നും കാണാൻ പറ്റും മക്കളെ. പക്ഷെ കാണാതെ, ഈ പട്ടം കാണാതെ, പട്ടമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന, പട്ടം പറക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ മനസ്സിൽ ആക്കലാണ് കൂടുതൽ അനുഭവവും അനുഭൂതിയും ഉണ്ടാക്കുക. അവരാണ് ഭാഗ്യവന്മാർ. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കണം. നമ്മുടെ കണ്ണതിന് പോരാ. നമ്മുടെ വ്യക്തിത്വം അതിനനുസരിച്ച് നാം ട്യൂൺ ചെയ്യണം. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു. തോമാസ് ലീഹ അനുഭവിച്ചേക്കാൾ വലിയ ഭാഗ്യം അനുഭവിക്കുന്നവരാകട്ടെ നമ്മളൊക്കെ.